ഇരിമ്പിളിയം വെണ്ടല്ലൂർ പാടശേഖരത്തിലെ മങ്കേരി വെണ്ടല്ലൂർ തുഞ്ചപ്പാടത്ത് വെള്ളിയാഴ്ച രാവിലെയാണ് രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് വർക്ക്ഷോപ്പ് മാലിന്യം തള്ളിയതായി നാട്ടുകാർ കണ്ടെത്തിയത്. മാലിന്യം കണ്ട നാട്ടുകാർ പഞ്ചായത്തിൽ വിവരമറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഏക്കർ കണക്കിന് നെൽകൃഷി നടക്കുന്ന പാടശേഖരത്തിൽ മാലിന്യം തള്ളിയ നടപടി കർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരമില്ലാതാകാൻ ഇത് ഇടയാക്കുമെന്ന് കർഷകർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇരിമ്പിളിയം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതാണ്. ആരാണോ ഇത് ഇവിടെ കൊടുക്കുന്നത് കണ്ടെത്തിയാൽ അവർക്ക് ഒരു ഫൈനൊക്കെ ഈടാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ശക്തമായ നടപടി മുന്നോട്ടുണ്ടാകും. നമ്മുടെ പ്രദേശത്തെ ആളുകൾ ഒന്ന് ജാഗ്രതരായിരിക്കണം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രവർത്തനങ്ങളും പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും അതേ രൂപത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇത്ര രൂപത്തിലുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് തള്ളുന്നത് ഒഴിവാക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ട നിയമ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നുണ്ടാകുന്നത്. മുൻപും സമാനമായ സംഭവമുണ്ടായിട്ടും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാതെ നിസ്സാര പിഴ ചുമത്തി വിട്ടയച്ചതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് നാട്ടുകാർ ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാർ നമ്മളെ വെണ്ടല്ലൂർ പാടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യം കൊടുന്ന് തട്ടി 2 ദിവസം മുന്നേ മങ്കേരിയിലുണ്ടായിരുന്നു, ഒരാഴ്ച മുന്നേ പുറമണ്ണൂർ. പല പ്രദേശത്ത് ഇത് സ്ഥിരമായിട്ട് ജനങ്ങൾക്കും വളരെ പ്രയാസത്തിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ പ്രസിഡന്റ് ഈ ഭരണസമിതി വന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടികൾ പിടിച്ച് ഫൈൻ ഇട്ടിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് നാട്ടുകാർ വിളിച്ചു. നാട്ടുകാരുടെ സഹകരണമുണ്ട്. ഈ സഹകരണം ഇനിയും അവരുടെ ഒപ്പം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഇതിനെ തുരത്താൻ കഴിയും. അതിന് പത്രക്കാരടക്കമുള്ള ആളുകൾക്ക് നമുക്ക് സപ്പോർട്ട് വേണം. നമ്മളൊരു പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ജനങ്ങളാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ CCTV അടക്കമുള്ള ആളുകൾ നമ്മുടെ വളാഞ്ചേരി SI സന്തോഷ് സാർ അടക്കമുള്ള ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CCTV പരിശോധിച്ച് അതിൻ്റെ വണ്ടി നമ്പർ കിട്ടുകയാണെങ്കിൽ ഇന്നതിൻ്റെ ആ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവിടുത്തെ പിന്നെ ഒരുപാട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എന്തായാലും ഇവരെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VT അമീർ, റിയ ഗോപി, അംഗങ്ങളായ മിസ്രിയ സിദ്ദിഖ്, ബാവ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജുമോൻ, നന്ദന, കർഷകരായ നൌഫൽ P, സിദ്ദിഖ് മങ്കേരി, നിസാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത്തരം സംഭവങ്ങൾ തടയാൻ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,